നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. വയനാടിൻ്റെ മലയോരങ്ങളിലേക്ക് കുടിയേറി പാർത്ത ഒരു ജനത ഈ മലനാടിൻ്റെ പല പ്രദേശങ്ങളിൽ ചിതറി കുടിൽ കെട്ടി സ്വപ്നങ്ങൾ വിതച്ചു കാത്തിരുന്നു. അതിജീവനത്തിൻ്റെ കഠിനകാലത്തിൻ്റെ കൈവഴികളിൽ അന്നത്തിനായി അധ്വാനിച്ച് അവർ പുതിയ നാട് പടുത്തുയർത്തി. അധ്വാനത്തിൻ്റെ ആലസ്യം വിട്ടുമാറാൻ ആത്മീയതയുടെ ചൂട് പടർത്തി ഇവർ കർത്താവിൽ അഭയം പ്രാപിച്ചു. ചെറിയ ഒരു ദേവാലയമായിരുന്നു യവനാർകുളം ദേവാലയം. ഇന്ന് ഇവർ കാത്തിരിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. സെന്റ് മേരീസ് ദേവാലയം അതിൻ്റെ എല്ലാ ആത്മീയ പ്രൗഢിയോടും കൂടി ഉയർന്നു വരുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ ഇടവക ജനങ്ങൾ. സെന്റ് മേരീസ് ദേവാലയം പുതുതലമുറയുടെ നിറവിൽ നിറഞ്ഞു നിൽക്കും ഒരു പുത്തൻ ദൃശ്യാവിഷ്കാരം. മിഷൻ ലീഗ്, KCYM, മാതൃവേദി, വിൻസെൻ്റ് ഡി പോൾ തുടങ്ങിയ ഭക്തസംഘടനകളുടെയും ഒരു കൂട്ടായ്മ. അതോടൊപ്പം ഞങ്ങളുടെ വികാരി അച്ഛനും സിസ്റ്റേഴ്സും കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും ഇടവക ജനങ്ങളും ഒത്തൊരുമിച്ച് സൗഹാർദ്ദത്തോടെ നിലകൊള്ളുന്നു. ഞാൻ സിസ്റ്റർ ലിറ്റി, യവനാർകുളം ലിറ്റിൽ ഫ്ലവർ സമൂഹത്തിൻ്റെ സുപ്പീരിയറാണ്. 2008 ജൂലൈ മാസം 16-ാം തീയതി യവനാർകുളം സെൻറ് മേരീസ് ഇടവകയിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. അന്ന് കാട്ടിമൂലപ്പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു യവനാർകുളം പള്ളി. കാട്ടിമൂലപ്പള്ളിയുടെ ഇടവക വികാരിയായിരുന്ന ഫാദർ തോമസ് മണക്കുന്നേലച്ഛൻ്റെ ക്ഷണപ്രകാരമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അറുകാക്കൽ വർഗീസ് ചേട്ടൻ്റെ സ്ഥലമാണ് ഞങ്ങൾ വാങ്ങിയത്. കേവലം 2 മുറി മാത്രമുണ്ടായിരുന്ന ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസം ആരംഭിച്ചത്. ദൈവത്തിൻ്റെ പരിപാലനയാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ആധ്യാത്മിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മിഷണറീസ് ഓഫ് ലിറ്റിൽ ഫ്ലവർ സന്യാസിനി സമൂഹം 1992 മെയ് 29 ചങ്ങനാശ്ശേരിയെ രൂപം കൊണ്ടു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ ജോസഫ് പവത്ത് പിതാവാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ഞങ്ങളുടെ കാരിസം എന്നത് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം പാവങ്ങൾക്കും രോഗികളായവർക്കും അനുഭവവേദ്യമാക്കുക എന്നതാണ്. വൃദ്ധമന്ദിരം, വികലാംഗർക്ക് വേണ്ടിയുള്ള ഭവനം, ആതുര ശുശ്രൂഷ, ക്യാൻസർ സെൻറ്റർ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മതബോധനം എന്നിവയാണ് ഞങ്ങളുടെ ഉപവി പ്രവർത്തനങ്ങൾ. കേരളത്തിൻ്റെ വിവിധ രൂപതകളിലും മിഷൻ പ്രദേശങ്ങളിലും വിദേശത്തും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നു. കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി 24 ഭവനങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ 4 സിസ്റ്റേഴ്സ് ഇവിടെ സേവനം ചെയ്യുന്നു. സിസ്റ്റർ ജോയിസ്, സിസ്റ്റർ തെരസീന, സിസ്റ്റർ അൻസ. ഈശോയെ സ്നേഹിക്കുന്ന ഈശോയുടെ കൊച്ചു കൂട്ടുകാരാണ് ഞങ്ങൾ. ആ സ്നേഹം നുകരുവാൻ, ആ സ്നേഹത്തിൽ അലിയുവാൻ ഇതാ നിങ്ങളുടെ മുൻപിൽ 2 കൊച്ചു കൂട്ടുകാർ. ഒരു ഡ്യുവറ്റ് സോങ്ങുമായി എത്തുന്നു സ്റ്റിനിയ ആൻഡ് ഗോഡ്വിൻ. സ്വീ
2005 മെയ് 5-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ യവനാർകുളം ഇടവകയിൽ പ്രഥമ വികാരിയായിരുന്ന ഷാജു മുളവേലിക്കുന്നേൽ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് മിഷൻ ലീഗിൻ്റെ സജീവ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ഭവന സന്ദർശനം പോലുള്ള ചെറിയ പ്രവർത്തനങ്ങളായിരുന്നു മിഷൻ ലീഗിനുണ്ടായിരുന്നത്. ഇന്ന് ജിമ്മി മൂലയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ മിഷൻ ലീഗ് നടത്തി വരുന്നു. കുഞ്ഞു മിഷണറിമാരുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി മിഷൻ ലീഗ് നടത്തുന്ന കലാമത്സരങ്ങളിൽ പങ്കെടുക്കുകയും രൂപതയിലും സംസ്ഥാനത്തുമെല്ലാം നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ജപമാല സഖ്യവും മിഷൻ ലീഗ് നടത്തി വരുന്നു. ഞാൻ അഞ്ജലി നെല്ലുവേലിൽ, ഇടവകയിലെ KCYM സംഘടനയുടെ പ്രസിഡന്റ്. വചനത്തിലൂടെ വിമോചനത്തിലേക്ക് എന്ന ആദർശവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് KCYM മെമ്പേഴ്സ് വളരെ സജീവമായ രീതിയിൽ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. ഷാജി മുളവേലിക്കുന്നേൽ അച്ഛനിലൂടെ രൂപം കൊടുക്കുകയും ജിമ്മി മൂലയിൽ അച്ഛനിലൂടെ വളരെ സജീവമായ രീതിയിൽ KCYM അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. ഡയറക്ടർ ജിമ്മി മൂലയിൽ അച്ഛൻ്റെയും ആനിമേറ്ററായ സിസ്റ്റർ ലിറ്റിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ നടത്തുകയും പൊതുപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. ഇടവകയിലെ ചെറുതും വലുതുമായ നിരവധി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി തന്നെ ഇടവകയിലെ KCYM അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. ഞാൻ കാണാതെ എന്നെ കാണുകയും ഞാൻ അറിയാതെ എന്നെ അറിയുകയും ചെയ്യുന്ന എൻ്റെ നല്ല ഈശോയെ, അങ്ങയെ കാണുവാനും അങ്ങയുടെ കൂടെ നടക്കുവാനും ആഗ്രഹിച്ച ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് സ്ലീഹായെ പോലെ അങ്ങയുടെ കൂടെ നടക്കുവാനും അങ്ങയെ കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മാലാഖ. ശ്രുതിലയ താളങ്ങളോടെ നിങ്ങളുടെ മുൻപിലെത്തുന്നു നിത്യ ഫ്രാൻസിസ്.
2016 മെയ് മാസത്തിലാണ് ഞങ്ങൾ ഭരണ ചുമതല ഏറ്റെടുക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ 4 പേരും പ്രവർത്തിച്ചു വരികയാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും ഓരോരുത്തരാണ് ഭരണ ചുമതല ഏറ്റെടുക്കുന്നത്. അതിന് ബാക്കി 3 പേർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. 2016 ജനുവരി 30-നാണ് പുതിയ പള്ളിയുടെ തറക്കല്ലിട്ടത്. അന്നു മുതൽ പള്ളിയുടെ പണി നിർത്താതെ നടന്നു വരുന്നു. അതിൻ്റെ പണിയുടെ ചുമതല നിർമ്മാണ കമ്മിറ്റിയാണ്. കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോജിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതോടൊപ്പം ഞങ്ങളും ആ കൂട്ടത്തിൽ ഭാഗവാക്കാക്കിക്കൊണ്ട് പങ്കെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഇടവക ജനങ്ങളെല്ലാവരും അച്ഛൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. പ്രവർത്തനത്തിൽ എല്ലാവരും 100% പങ്കെടുക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ മാസം കൂടുമ്പോഴും സ്തോത്രക്കാഴ്ച എന്നുള്ള നിലയ്ക്കാണ് ഈ പള്ളി പണിയുടെ പണം സ്വരൂപിക്കുക. പള്ളി പണി തുടങ്ങി ഇതുവരെ ഒരു പ്രവർത്തനത്തിനൊരു കുഴപ്പമൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റിയിലുള്ള ആളുകളും നല്ല രീതിയിൽ എല്ലാ കാര്യത്തിനും പ്രവർത്തിക്കുകയും എല്ലാം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം ആയിരുന്നുവെങ്കിലും എല്ലാവരും തന്നെ നന്നായിട്ട് സഹകരിക്കുകയും നല്ല രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ പണിക്ക് ആണെങ്കിൽ തന്നെ പൊതുപണിയായിട്ടും അല്ലാതെ എല്ലാം എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ ഇടയിൽ നല്ല സഹകരണമാണുള്ളത്. അച്ഛനും ഈ പറഞ്ഞതുപോലെ അച്ഛനും നല്ല രീതിയിലാണ് ജനങ്ങളോട് ഇടപഴകുകയും നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി ആയാലും ഈ പണിയോട് വളരെയധികം സഹകരിക്കുന്നുണ്ട്. പള്ളി കമ്മിറ്റി പൂർണ്ണമായിട്ട് 100% ഞങ്ങളോടൊപ്പം നിലനിന്നുകൊണ്ട് പ്രവർത്തനത്തിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ 2018 ഫെബ്രുവരി മാസത്തിൽ തന്നെ പള്ളി വെഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ നല്ല രീതിയിൽ പള്ളിയുടെ പണികളും ബാക്കി കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നു. എവനാറുകുളം സെൻറ് മേരീസ് ദേവാലയത്തിലെ മാതൃവേദി. കാലങ്ങളായി നിലയുറപ്പിച്ചു നിന്ന മാതൃവാത്സല്യം. ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ ഒരു പിതാവ് തൻ്റെ കാണാതായ മകനെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ കഥ പറയുകയാണ് മോണോ ആക്ടിലൂടെ മോളി ജോസ്. ബഹുമാന്യ സദസ്സിന് വന്ദനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അതെ, ധൂർത്തപുത്രൻ. അപ്പച്ച അപ്പച്ച എന്താ മോനെ? അത് അപ്പച്ച, എനിക്കെന്റെ സ്വത്തിന്റെ ഓഹരി വേണം. എന്ത്? സ്വത്തിന്റെ ഓഹരി വേണമെന്നോ? അതും നിന്റെ ചേട്ടൻ ഇവിടെ നിൽക്കുമ്പോൾ? അതെ അപ്പച്ച, ഈ വിശാലമായ ലോകത്ത് എന്റെ കൂട്ടുകാരെല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ഞാൻ മാത്രം ഇവിടെ. എനിക്ക് മടുത്തു അപ്പച്ച. എനിക്കെന്റെ ഓഹരി കിട്ടിയേ മതിയാവൂ. ഇതാ, കൊണ്ടുപോയിക്കോളൂ മകനെ. എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച നിമിഷം. എനിക്കൊന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കണം. കൂട്ടുകാരെ, വരൂ, നമുക്കൊന്ന് ഒത്തുകൂടാം, ആഹ്ലാദിക്കണ്ടേ? എടാ മാത്തച്ച, എടാ സ്കറിയ, നമുക്കൊന്ന് ബാറിലൊക്കെ ഒന്ന് പോയി വരാം. എടേ എടേ മേരിക്കോട്ടെ, എവിടെ വാടേ? എടേ എവിടെ വരാൻ? നിന്നോടാ പറഞ്ഞ് ഇവിടെ വരാൻ. അത് സഹോദര, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്ത്രീയല്ല ഞാൻ. യേശുവിനെ അറിയാത്ത ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും കഴിയുന്ന ഒരു പാവം അമ്മയാണ് ഞാൻ. എന്നെ ഉപദ്രവിക്കരുത്. പോകൂ പോകൂ.
അവളൊരു പുണ്യവതി വന്നിരിക്കുന്നു. ഞാനിത് എവിടെയാണ്? എന്റെ കൂട്ടുകാരെല്ലാം എവിടെ പോയി എന്നെ ഇട്ടിട്ട്? എന്റെ പണസഞ്ചി നഷ്ടപ്പെട്ടിരിക്കുന്നു. കൈവിരലുകളിലെ മോതിരങ്ങൾ എവിടെ? എന്റെ പട്ടുചേലകൾ കീറിത്തുന്നിയിരിക്കുന്നു. തടിച്ചു കൊഴുത്തിരുന്ന എന്റെ ശരീരം ഇതാ ഉണങ്ങി വരണ്ടിരിക്കുന്നു, അത്തികൾ പോലെ. എന്റെ ദൈവമേ, വിശന്നിട്ട് വയ്യ. അയ്യോ, വിശന്നിട്ട് തളർന്ന് നടക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക്. അതൊരു മുതലാളിയാണെന്ന് തോന്നുന്നു. അതെ. ഒന്ന് നിൽക്കണേ മുതലാളി. എന്ത് വേണം നിനക്ക്? അത് മുതലാളി, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ ഏറെയായി. നിനക്ക് എന്തൊക്കെ ജോലി ചെയ്യാൻ അറിയാം? നിന്നെ കണ്ടിട്ട് ഒരു സാമാന്യ ഭേദപ്പെട്ട കുടുംബത്തിലെ അംഗമാണെന്ന് തോന്നുന്നു. എങ്കിൽ വരൂ. പന്നികൾ മേയുന്ന സ്ഥലം, പന്നികൾ തിന്നുന്ന ഈ തവിടിന്റെ ഒരു അംശം പോലുമില്ല ഈ പാത്രത്തിലുമില്ല. ദൈവമേ, എന്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ എന്റെ പിതാവിന്റെ ഭവനത്തിൽ സുഭിക്ഷമായി കഴിയുമ്പോൾ ഞാനിതാ ഒരു തവിടിന്റെ അംശം പോലും കിട്ടാതെ വിശന്ന് മരിക്കുന്നു. അമ്മേ, എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ എന്റെ പിതാവ് എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ? ആവോ, പോകാം പോകാം. ഈ സമയം വീട്ടിൽ പിതാവ് എത്രയോ കാലങ്ങളായി എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് സ്വത്തിൻ്റെ ഓഹരിയും വാങ്ങി വർഷങ്ങൾക്ക് മുമ്പ് അവൻ കടന്നുപോയതാണ്. അവനെക്കുറിച്ചൊരു അഡ്രസ്സുമില്ല. എൻ്റെ ദൈവമേ, അവൻ എവിടെയായിരിക്കും? അവന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല, അവന് വേണ്ടി കണ്ണീരൊഴുക്കാത്ത ദിവസങ്ങളില്ല. അവൻ എവിടെയായിരിക്കും? അവന് എനിക്ക് നഷ്ടപ്പെടാതെ തിരിച്ചു തരണമേ ദൈവമേ, എൻ്റെ ദൈവമേ. അങ്ങ് ആരുടെയോ കാൽ സ്പർശനം എൻ്റെ ചെവികളിൽ മുഴകി കേൾക്കുന്നു. അതെ 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 അതെ, അതവൻ തന്നെ, എൻ്റെ മകൻ. അതാ അവൻ വരുന്നു, എൻ്റെ മകൻ വരുന്നു. അതെ, അത് അവൻ തന്നെ, എൻ്റെ പൊന്നുമോൻ. ക്ഷമിക്കൂ അപ്പച്ച, അപ്പച്ചന്റെ മോൻ വഴി തെറ്റിപ്പോയി. അപ്പച്ചന്റെ മോൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ക്ഷമിക്കൂ അപ്പച്ച. അപ്പച്ച, അങ്ങയുടെ മകൻ എന്ന് വിളിക്കാൻ അങ്ങക്ക് യോഗ്യതയില്ല. അപ്പച്ച, ക്ഷമിക്കൂ അപ്പച്ച. മോനെ, ക്ഷമിച്ചിരിക്കുന്നു ഈ അപ്പൻ. ഈ സമയം വയലിൽ നിന്ന് മൂത്ത ചേട്ടൻ കടന്നു വരുന്നു. ജോലി ചെയ്ത് വിയർത്ത് മടുത്തു. ഇവിടെ എന്താ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒരു ശബ്ദം? ഹലോ ഭൃത്യ, എന്താണ് അവിടെ കേൾക്കുന്നത്? അത് കൊച്ചു മുതലാളി, അങ്ങയുടെ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങി അങ്ങയുടെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. സഹോദരനെ സ്വീകരിക്കാൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നോ? ഇല്ല, ഇത്രയും കാലം അങ്ങേ അനുസരിച്ച് ഈ ഭവനത്തിൽ കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി അങ്ങ് ഒരു ആട്ടിൻകുട്ടിയെ പോലും കൊന്നില്ല. സ്വത്തുക്കളെല്ലാം ധൂർത്തടിച്ച് തിരിച്ചു വന്നപ്പോൾ ഇതാ
അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. ഇല്ല, ഇത് ഞാൻ സഹിക്കില്ല. എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇല്ല മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഈ മകൻ, നിന്റെ ഈ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇതാ അവൻ തിരിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ആഹ്ലാദിക്കണ്ടേ? അതുകൊണ്ട് നീ ശാന്തനാവൂ. അപ്പച്ച, അപ്പച്ച, അപ്പച്ചൻ്റെ പൊന്നുമൻ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയൂ അപ്പച്ച. അപ്പച്ച, മോനെ, അപ്പച്ചൻ ക്ഷമിച്ചു. ക്ഷമിക്കാനല്ലാതെ എന്താണ് എനിക്ക് കഴിയുക? അപ്പച്ച ക്ഷമിച്ചു മോനെ. മോനെ, മോനെ. അതെ സഹോദരങ്ങളെ, മൂത്തപുത്രന്റെ മനോഭാവമല്ല, മറിച്ച് ധൂർത്തപുത്രന്റെ മനോഭാവമാണ് നമ്മൾക്ക് വേണ്ടത്.